ഗൈസ്, ഇന്നാണ് ഞാനും അച്ഛനും കൂടെ വീട് വൃത്തിയാക്കാൻ തരും. വെള്ളിയാഴ്ച ഓണമല്ലേ, ഓണമായിട്ട് നമ്മൾ വീട് മുഴുവൻ വൃത്തിയാക്കാൻ നേരത്ത് രാവിലെ കാപ്പി കുടിച്ച് ഇറങ്ങിയതാണ് ഗൈസ്. പക്ഷെ വിചാരിക്കുന്ന പോലെയല്ല, വീട് മുഴുവൻ നമ്മളിന്ന് ക്ലീൻ ആക്കിയിട്ട് അടങ്ങത്തുള്ളൂ കരുതി. പക്ഷെ പകുതിക്കുന്ന നമുക്ക് ഒരുപാട് ടയർഡായി ഞങ്ങൾ. കാരണം വെച്ചാൽ ഒരുപാട് വേസ്റ്റ് ടൈംസസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഞങ്ങൾ ആക്രീസൊക്കെ ഒരുപാടുണ്ട് ഞങ്ങൾ വീടിൻ്റെ തട്ടമ്പുറത്തൊക്കെ. അതൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ ചാക്കിനകത്ത് കൂട്ടിയതേ ഉള്ളൂ. ഇനി ഞങ്ങൾ മുറ്റവും കൂടെ വൃത്തിയാക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെയാണുള്ളത്. ഇവിടെ കാണുന്ന മാങ്ങ മുഴുവൻ അച്ഛൻ പുല്ലൊക്കെ വെട്ടി നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഗായ്സ്, അച്ഛനാണെങ്കിൽ ഇവിടെ മുഴുവൻ വൃത്തിയാക്കി. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, ഈ കാണുന്ന ചപ്പടയൊക്കെ നമ്മുടെ കൊണർക്കറിൻ്റെ അങ്ങോട്ട് പോകുന്ന സ്ഥലമെല്ലാം അച്ഛൻ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി. പിന്നെ അച്ഛൻ കവുങ്ങിൻ്റെ തടിയൊക്കെ ഇവിടെ വന്ന് വെച്ചേക്കുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കും അറിയത്തില്ല. അച്ഛൻ എന്തൊക്കെയോ ഒരുപാടെണ്ണം നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലക്കല്ലില്ലേ, അലക്കല്ല് നമ്മൾ മേലേക്ക് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ താഴെയാണ് അലക്കിക്കൊണ്ടിരുന്നത് ഗൈസ്. ഇതാണ് അച്ഛൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അച്ഛൻ്റെ പുല്ലൊക്കെ പറിച്ച് മാറ്റി. അത് മാത്രമല്ല നമ്മുടെ കൊണക്കാരൻ്റെ സൈഡിൽ വരുന്ന പുല്ലുകളും മറ്റു കാര്യങ്ങളും എല്ലാം ചപ്പു ചവറെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലക്കല്ല് ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ അലക്കല്ല് ഇപ്പോൾ മേലേക്ക് മാറ്റി. പിന്നെ ഞങ്ങളുടെ തെങ്ങ് കണ്ടില്ലേ ഗൈസ്, നിങ്ങളുടെ തെങ്ങ് കണ്ടോ? ഞങ്ങൾക്ക് 2 തെങ്ങുണ്ട്. അതിൻ്റെ ഇത് മാത്രമാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതൊരു മഴ വീണപ്പോൾ അത് മുഴുവൻ കുളമായി. ഇപ്പോൾ അച്ഛനാണെങ്കിൽ തെങ്ങിൻ്റെ സൈഡിലൊക്കെ കുഴിയെടുത്ത് നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ ഉണ്ട്, കല്ലൊക്കെ വെച്ച്. പിന്നെ ഗായ്സ്, ഇത് നമ്മുടെ കപ്പളങ്ങ എല്ലാം പച്ചയാണ്, പഴിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ തോരൻ വെച്ച് കഴിഞ്ഞ ദിവസം. പിന്നെ ഇവിടെ വളർത്തിക്കുന്ന കാടില്ല, ഇത് കൂടെ പറിക്കണം. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നതെല്ലാം ഞങ്ങൾ പറിച്ചു. നിങ്ങൾ ഈ പൂ കണ്ടില്ലേ, ഇങ്ങനത്തെ പൂ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഓണത്തിനൊക്കെ ഞങ്ങൾ ഇതൊക്കെ പറിക്കാമെന്ന് കരുതിയിരിക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ മരം വീണപ്പോൾ തകർന്നു പോയ തെങ്ങ് ഐസ് കണ്ടോ. നമ്മുടെ അമ്മയുടെ വഴക്കം കേട്ട് അച്ഛൻ ചെയ്തൊരു കാര്യമാണ് ഗൈസ് ഇത് കണ്ടോ. ഇത്രയും വലിയൊരു തേക്ക് അച്ഛനാ വെട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല ഗൈസ്, തീർച്ചയായിട്ടും അച്ഛനാണ് ഇത് മുഴുവൻ വെട്ടിക്കളഞ്ഞു. അതിൻ്റെ ഇലയും കമ്പ് കഷ്ണങ്ങളും. ഇതൊന്നും അല്ല ഗൈസ്, വലിയത് ഈ അറ്റത്ത് കൂട്ടിയിട്ടേക്കുന്ന തേക്കിൻ്റെ തടി പോലെ ഇരിക്കുന്ന ഒരുപാട് തടിക്കമ്പുകൾ കണ്ടില്ലേ. ഇതെല്ലാം അച്ഛൻ കഴിഞ്ഞ ഞായറാഴ്ച ഇരുന്ന് മുഴുവൻ വൃത്തിയാക്കിയതാണ്. ഞങ്ങളിപ്പം ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഭാഗം എല്ലാം വൃത്തിയാക്കി. ഇനി കുറച്ച് പുല്ലും അത് മാത്രമല്ലാതെ ഞങ്ങളുടെ വീടും കൂടി വൃത്തിയാക്കാനുള്ളൂ. ഓ